എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1½ കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ മാവ് ദേ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടോ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓയിലിന് നല്ല ചൂടുണ്ടാവണം ട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ട്ടോ. ബാറ്റർ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മാവെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ സ്നാക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഒരു തവണ പൊടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 തവണയായിട്ട് പൊടിച്ചെടുക്കാം ട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് പൊടിഞ്ഞ് അങ്ങനെ പൗഡർ പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. കണ്ടോ ഇപ്പൊ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പൊടിഞ്ഞ പൗഡർ പോലെയൊന്നും ആയിട്ടില്ല. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 300 ഗ്രാം ശർക്കരയാണ് ട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചധികം വെള്ളമൊഴിച്ച് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചധികം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് ഇങ്ങനെ ഹൽവയൊക്കെ പോലെ നമ്മൾ ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ കിട്ടുക. വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ലഡുവൊക്കെ റെഡിയാക്കി എടുക്കില്ലേ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചധികം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തോളൂ. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടോ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സ്നാക്ക് എന്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിലാണ് ട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ദാ ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് രണ്ടും നെയ്യ് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്ത് അപ്പോൾ കാഷ്യൂസ് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം.
ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആ നെയ്യുടെ ടേസ്റ്റ് കൂടെ ഇതിലേക്ക് കിട്ടൂല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാളികേരം ചിരകിയത് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനിയില്ലേ, ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസ് റൈസിൻസ് അല്ലേ, ഇത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഹൽവ പോലെ നല്ല തിക്കായിട്ട് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റില്ലേ, അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് ലഡുവിൻ്റെയൊക്കെ ഷേപ്പിൽ അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി ട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. കണ്ടോ നല്ലതുപോലെ തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.